കേരളത്തെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷം. എറണാകുളത്തും കണ്ണമാലിയിലും നായരമ്പലത്തും വീടുകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം ശംഖുമുഖത്ത് 50 മീറ്ററോളം തീരം കടലെടുത്തു. തീരദേശ മേഖലയിൽ ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രത തുടരണമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കനത്ത മഴയ്ക്കൊപ്പം കടലാക്രമണവും. കേരളത്തിന്റെ തീരദേശ മേഖലയിൽ ജനജീവിതം ദുരിതമാക്കുകയാണ് കാലവർഷം. എറണാകുളത്തെ തീരദേശ മേഖലയിൽ മുൻ വർഷത്തേക്കാൾ രൂക്ഷമാണ് കടലാക്രമണം. ഉച്ചയോടെ ശക്തമാകുന്ന കടലാക്രമണത്തിൽ വീടുകളുടെ ഉള്ളിൽ വെള്ളം കയറുന്നതോടെ കുടുംബങ്ങൾ വീടുപേക്ഷിച്ച് പോകുകയാണ്. പലരും ജീവിക്കുന്നത് മുട്ടോളമോ അതിനു മുകളിലോ ഉപ്പുവെള്ളം കെട്ടിക്കിടക്കുന്ന വീടുകളിലും. ഈ മഴ തുടങ്ങിയിട്ട് പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ. എന്ത് ചെയ്യാനാണ്? കയറും, ചിലപ്പോൾ നമ്മൾ തുടക്കും, ഇങ്ങോട്ട് തുടച്ചങ്ങോട്ട് കയറും, അല്ലാതെ പറ്റില്ല. ഇപ്പം ഈ ചവിട്ടൊക്കെ മുങ്ങി വെള്ളം അകത്ത് കയറുമ്പോൾ നമ്മൾ കോരിക്കളയും, അല്ലെങ്കിൽ പിന്നെ തുടച്ചൊക്കെ എടുക്കും. ടെട്രാപോഡ് സ്ഥാപിച്ചതോടെ ചെല്ലാനത്തെ ദുരിതമൊഴിഞ്ഞെങ്കിലും കണ്ണമാലി, നായരമ്പലം, വൈപ്പിൻ, ഞാറയ്ക്കൽ തുടങ്ങിയ മേഖലകളിൽ ജിയോ ബാഗുകളും കടൽഭിത്തിയും തകർത്താണ് കടലേറ്റം. വോട്ട് തേടിയെത്തുന്നവർ വാഗ്ദാനങ്ങൾ നൽകി പിരിയുന്നതല്ലാതെ പിന്നീട് തിരിഞ്ഞു നോക്കാറില്ലെന്ന് ദുരിതബാധിതർ. വേറെ എങ്ങും പോകാൻ നിവൃത്തിയില്ല. ഇതിൽ നിന്ന് കിട്ടിയിട്ട് കഴിയണ ആളാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ കല്യാണം നല്ലത്. തിരുവനന്തപുരം ശംഖുമുഖത്ത് 50 മീറ്ററാണ് കടൽ കടന്നു കയറിയത്. തീരത്തെ നടപ്പാതയുൾപ്പെടെ കടലാക്രമണത്തിൽ തകർന്നു. ലക്ഷങ്ങൾ ചിലവിട്ട് നവീകരിച്ച പാതയാണ് വീണ്ടും തകർന്നത്. ഒരു നിയന്ത്രണവും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം ശംഖുമുഖം ബീച്ച് തുറന്നു കിടക്കുകയാണ്. ഞങ്ങൾ കിട്ടിയ കയറ്, ഇവിടെ തീരത്തുനിന്ന് അടിഞ്ഞ കയറുകൾ പറക്കി ജോയിൻ്റ് ചെയ്ത് ഞങ്ങൾ കെട്ടി സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. തീരത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ കാറ്റുവീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.